Please subscribe and click on the bell icon for more videos. നമസ്കാരം, FundEd360 പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം രണ്ടാണ്. ഒന്നെന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ഒരു പ്രൊഫഷനായിട്ട് എടുക്കാമോ, ഫുൾ ടൈം പ്രൊഫഷനായിട്ട് എടുക്കാൻ കഴിയുമോ? പ്രത്യേകിച്ച് ഇത് ചെറുപ്പക്കാരെ സംബന്ധിച്ചുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, കുറേ പേര് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് പോലെ മെസ്സേജൊക്കെ ചെയ്യാറുണ്ട്. പുതുതായിട്ട് വരുന്ന പല ട്രേഡേഴ്സിനെയും ഞാൻ പലപ്പോഴും നിരുത്സാഹപ്പെടുത്താറാണ്. അഗ്രസീവ് ട്രേഡിംഗ് അത്ര ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ. മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ട്രേഡിങ്ങിന് ഒരിക്കലും എതിരല്ല. ഞാനും ചെയ്യുന്ന ആളാണ്. പക്ഷേ ഒരു കാൽക്കുലേറ്റഡ് റിസ്കിൻ്റെ മുകളിലാണ്. 100% ട്രേഡിംഗ് അല്ല, ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത ട്രേഡിങ് പലപ്പോഴും നിങ്ങളുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള നിലനിൽപ്പ് അപകടത്തിലാക്കും. ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ബെനിഫിറ്റ് ലഭിക്കാനുള്ള ഏറ്റവും ആകെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒറ്റ കാര്യം, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിലനിൽക്കുക എന്നുള്ള ഒറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് മോശമില്ലാത്ത റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു കാലഘട്ടത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അതേസമയം നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും പുറന്തള്ളപ്പെട്ടാൽ, ക്യാപിറ്റൽ ഒലിച്ചുപോയി പുറന്തള്ളപ്പെട്ടാൽ, അതോടുകൂടി നിങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റിലേക്കുള്ള യാത്ര അത് അവസാനിക്കുന്നു. അപ്പോൾ നിങ്ങൾ നിലനിൽപ്പിനാണ് ആദ്യത്തെ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. നിലനിന്നാൽ റിട്ടേൺസ് താനേ വരും. മറ്റൊരു കാര്യം, ഞാൻ ഒരിക്കലും പുതുതായിട്ട് വന്നവരെയോ ഓൾറെഡി ഉള്ളവരെയോ ഞാൻ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. കഴിവിൻ്റെ പരമാവധി ഞാനോ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ നിന്നുള്ളവരോ ഈ പറഞ്ഞ കമൻറ്റ് ബോക്സിലൊക്കെ പരമാവധി റിപ്ലൈസ് നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. വിട്ടുപോയിട്ടുണ്ടാകാൻ ചിലപ്പോൾ, അത് ഞാൻ നിഷേധിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്കൊക്കെ വരുന്ന പല മെസ്സേജുകൾക്കും പരമാവധി നമ്മൾ റിപ്ലൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ചിലരൊക്കെ എന്നെ പേഴ്സണലായിട്ടൊക്കെ വിളിച്ചിട്ടുണ്ട്. വിളിക്കുന്ന സമയത്ത് ഞാൻ അവൈലബിൾ ആണെങ്കിൽ ഞാൻ പലപ്പോഴും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പലരുടെയും കൺസേൺസ് കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് ഫുൾ ടൈം പ്രൊഫഷനായിട്ട് എടുക്കാൻ പല ചെറുപ്പക്കാരും, പ്രത്യേകിച്ച് 30 വയസ്സിൻ്റെ താഴെയുള്ള കുറേ ചെറുപ്പക്കാർ ഒരു അഡ്വൈസും ചോദിച്ചിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു 10-15 വർഷം പല എഞ്ചിനീയറിംഗ് കോളേജുകളിലും ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെൻറ്റ് ഓഫീസറൊക്കെ ആയിരുന്നതുകൊണ്ട് പല HR മാനേജേഴ്സിൻ്റെയും പല പല കമ്പനികളുടെ HR മാട്രിക്സിനെ കുറിച്ചൊക്കെ പലപ്പോഴും പല അവബോധമൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊരു 30 വയസ്സിൻ്റെ താഴെയുള്ളവർ പ്രധാനമായും ഈ ഒരു 1-2 വർഷത്തിനുള്ളിൽ വന്നവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ കോവിഡ് കാലത്ത് ഒന്നുകിൽ ജോലി നഷ്ടപ്പെട്ടവരാകാം, അല്ലെങ്കിൽ കോവിഡ് കാലത്ത് കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയവരാകാം. അപ്പോൾ അവർക്ക് ഇത് തന്നെ ഒരു ഫുൾ ടൈം പ്രൊഫഷനായിട്ട് എടുക്കാനുള്ള ഒരു ആത്മവിശ്വാസം ലഭിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞൊരു 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷത്തോളമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ്, 1.5-2 വർഷമൊന്നും അല്ല, കഴിഞ്ഞൊരു 10 വർഷമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ബുൾ റണ്ണാണ്. നിങ്ങൾ എവിടെ, പ്രത്യേകിച്ച് കഴിഞ്ഞൊരു 1.5 വർഷമായിട്ടുള്ള സംഭവിച്ച കാര്യം, നിങ്ങൾ എവിടെ എന്തിൻ്റെ മുകളിൽ, ഏത് സ്റ്റോക്കിൻ്റെ മുകളിൽ നിങ്ങൾ കൊണ്ടുപോയി പണമിട്ട് കാത്തിരുന്നാലും ആവറേജ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 60% മുകളിൽ ലഭിക്കുന്നു എന്നുള്ളതാണ്. പെനി സ്റ്റോക്കുകൾ അതിനൊരു അപവാദമാണ്. പെനി സ്റ്റോക്കുകൾ നിങ്ങൾ പണമിട്ട് കഴിഞ്ഞാൽ, കഴിഞ്ഞ 1.5 വർഷത്തിൻ്റെ അകത്ത് പണമിട്ട് കഴിഞ്ഞാൽ 1 വർഷത്തിൻ്റെ അകത്ത് 10 ഇരട്ടിയോ 15 ഇരട്ടിയോ ആയി ലഭിക്കുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ആ സ്റ്റോക്കുകളുടെ വാല്യൂ കൊണ്ടോ ഫണ്ടമെൻ്റലി നല്ലതായതുകൊണ്ടോ ഒന്നുമല്ല, അവിടെ ഒരു ഡിമാൻഡ് കർവ് ജനറേറ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് 5 പൈസയുടെ സെയിൽസ് പോലും ഇല്ലാത്ത പല പെനി സ്റ്റോക്കുകളും 10 ഇരട്ടിയായി 1-2 മാസങ്ങൾ കൊണ്ട് മാറ്റപ്പെട്ടത്. ഡിമാൻഡ് മാത്രം അവിടെ ജനറേറ്റ് ചെയ്തു, എന്തോ കാരണങ്ങൾ കൊണ്ട്, പബ്ലിസിറ്റി കൊണ്ടാകാം, പല പല കാരണങ്ങളുണ്ടാകാം. ഓക്കെ, അപ്പം അതാണ് ഒരു കാരണം. അപ്പോൾ ഇങ്ങനെ കിട്ടിയ റിട്ടേൺസിൻ്റെ അകത്തുനിന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് പല ചെറുപ്പക്കാരെയും ട്രേഡിംഗ് ഫുൾ ടൈം പ്രൊഫഷനായിട്ട് എടുക്കാൻ വേണ്ടി താല്പര്യപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിനോട് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓൾറെഡി ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, ഈ ഒരു തൽക്കാലത്തേക്ക് ജോലി നഷ്ടപ്പെട്ടവരാണെങ്കിൽ ഫുൾ ടൈം ട്രേഡിങ്ങിൻ്റെ അകത്ത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തെറ്റൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ട്രേഡിംഗ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ എന്താണുള്ളത്. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ക്വാളിഫിക്കേഷൻ ഒന്നും വെച്ചിട്ടല്ല ചെയ്യാൻ പോകുന്നത്. ഈ ക്വാളിഫിക്കേഷനേക്കാളും കൂടുതൽ 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് പോലും ടെക്നിക്കൽ അനാലിസിസിലും ഫണ്ടമെൻ്റൽ അനാലിസിസിലും MBA ഫിനാൻസ് കഴിഞ്ഞവരെക്കാളും അറിവുണ്ട്, ഉള്ള പലരും ഉണ്ട് എന്നുള്ളൊരു സത്യമാണ്. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് പ്രതീക്ഷിക്കുന്ന അടുത്തൊരു 2024-25 കാലഘട്ടങ്ങൾ കൂടി ഇന്ത്യൻ മാർക്കറ്റ് ഏകദേശം സെറ്റിൽ ചെയ്യും. ഈ മുകളിലേക്കുള്ളൊരു ബുൾ റൺ ഏകദേശം ഒന്ന് സെറ്റിൽ ചെയ്യും. താഴേക്ക് വരുമെന്നുള്ളതല്ല ഞാൻ പറയുന്നത്, സെറ്റിൽ ചെയ്യും. കാരണം കോർപ്പറേറ്റ് ഏർണിങ്സ് സെറ്റിലാവും. കോവിഡ് കൊണ്ടുണ്ടായ ഈ ഒരു പുൾ ബാക്ക് അത് റീകോയിൽ ചെയ്തൊന്ന് സെറ്റിലാവും. ഓവർഷൂട്ട്സ് ഒക്കെ ഏകദേശം നിൽക്കും. അപ്പോൾ അവിടെ നമ്മൾ കാണാൻ പറ്റുന്ന ഒരു സുസ്ഥിരമായിട്ടുള്ളൊരു മാർക്കറ്റാണ്. സുസ്ഥിരമായിട്ടുള്ള മാർക്കറ്റ് നല്ലതാണെന്ന് എല്ലാവരും കരുതും. പക്ഷേ അതിൻ്റെ അകത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബീറ്റ വാല്യൂസ് വളരെ കുറവായിരിക്കും. ഇന്ന് കാണുന്ന പോലെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കൂടുതലുണ്ടാകില്ല. നമ്മൾ US മാർക്കറ്റൊക്കെ കുറച്ച് കാലങ്ങളായിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ അതാണ്. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യമായിട്ടൊന്നും ലഭിക്കാത്തത് കൊണ്ട് ഇന്ന് ട്രേഡേഴ്സായിട്ട് ഇറങ്ങാമെന്ന് കരുതിയവരുടെ ഒരു ആവേശം കെട്ടടങ്ങും. അഥവാ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നു. നിങ്ങളൊരു നല്ല ജോലിയാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇൻഫ്ലേഷനെ, പണപ്പെരുപ്പത്തെ മറികടക്കുന്ന രീതിയിൽ നിങ്ങളുടെ ശമ്പള വർധന ഉണ്ടാകും. പക്ഷേ
നിങ്ങൾ ട്രേഡിംഗ് ഫുൾ ടൈം ആയിട്ട് നടത്തുമ്പോൾ പണപ്പെരുപ്പത്തിനെ മറികടക്കുന്ന രീതിയിൽ ഇതിൻ്റെ അകത്ത് റിട്ടേൺസ് കിട്ടണമെങ്കിൽ മാർക്കറ്റ് കുറച്ച് വോളട്ടൈൽ ആയിരിക്കണം, കുറച്ച് ബീറ്റ ജനറേറ്റ് ചെയ്യണം. സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ ഇതുണ്ടാകില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് മുമ്പിൽ കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വോളട്ടിലിറ്റി ഒക്കെ കുറഞ്ഞതുകൊണ്ട് ഈ പറഞ്ഞ പുതുതായിട്ട് ട്രേഡിങ്ങിൻ്റെ അകത്ത് വന്ന് ഫുൾ ടൈം ആയിട്ട് എടുത്തവർ അവർ പിന്നെ വോളട്ടൈലായിട്ടുള്ള ഓപ്ഷൻസിലേക്ക് തിരിയും. ഓപ്ഷൻസിൻ്റെ അകത്തും പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. വോളട്ടിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബയേഴ്സിന് കാര്യമായ റോളില്ല. അപ്പോൾ ഓപ്ഷൻ സെല്ലിങ്ങിലേക്ക് തന്നെ തിരിയേണ്ടി വരും. ഓപ്ഷൻ സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വലിയൊരു ക്യാപിറ്റലോടെ ഡിപ്ലോയ് ചെയ്യണം. വലിയ ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് റിട്ടേൺസ് കിട്ടും. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന അവന് ഓപ്ഷൻ സെല്ലിങ്ങിലേക്ക് തിരിഞ്ഞാൽ പോരെയെന്ന്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ബയേഴ്സിന് നഷ്ടമാകുന്ന മുഴുവൻ പൈസയും ഓപ്ഷൻ സെല്ലേഴ്സിന് ലഭിക്കുന്നില്ല. അത്ര പെർസെൻറ്റേജ് ലഭിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ സെല്ലർക്ക് 15 രൂപ ലഭിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം 1.5 ലക്ഷം രൂപയുടെ മാർജിൻ മണി അവിടെ സ്റ്റക്കായിട്ടാണ്. ഓപ്ഷൻ ബയർക്ക് നഷ്ടമാകുന്ന മുഴുവൻ പണമോ പ്രപ്പോർഷനായിട്ടോ ഓപ്ഷൻ സെല്ലർക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഓപ്ഷൻ സെല്ലിംഗ് എന്ന് പറയുന്നതും എല്ലാവരും വിചാരിക്കുന്ന പോലെ പണം കണ്ടമാനം കയ്യിലുണ്ടെങ്കിൽ വന്നിട്ട് പണം ഉണ്ടാക്കി വീട്ടിൽ പോകാമെന്ന് കരുതുന്നതിൻ്റെ അകത്ത് കാര്യമില്ല. ചെറിയ ചെറിയ റിട്ടേൺസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. അതേസമയം തന്നെ ഏതെങ്കിലും ഒരു ഓവർഷൂട്ട്സ് ഏതെങ്കിലും സമയത്ത് വളരെ വൈൽഡായിട്ട് മാർക്കറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്താൽ ആ ഒരു ദിവസം ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ പണം, നിങ്ങൾ അത്ര ഒരു വെറ്ററൻ സെല്ലർ അല്ലെങ്കിൽ നിങ്ങളുടെ പണം അതുവരെ നിങ്ങൾ ഒരു വർഷം ഉണ്ടാക്കിയതെല്ലാം പോകും. അപ്പോൾ നിങ്ങൾക്ക് ചെറുപ്പക്കാരെ സംബന്ധിച്ച് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ത്രിശങ്കുവിലാവും. ഇവിടെയാണ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ക്വാളിഫൈഡ് ആണോ എന്നുള്ളൊരു ചോദ്യം വരുന്നത്. അപ്പോൾ ഈ ഒരു ത്രിശങ്കുവിലാവുന്ന സമയത്താണ് നിങ്ങൾ പലപ്പോഴും എന്ത് ശ്രമിക്കുക, ഒരു ജോലിക്ക് ശ്രമിക്കുക. എന്നാൽ ശരി, എന്നാൽ ഇനിയിപ്പോൾ നമുക്ക് ജോലിക്ക് പോയേക്കാം. പക്ഷെ നിങ്ങൾ അതിനിടയ്ക്ക് ഒരു 3, 4, 5 വർഷത്തെ ഗ്യാപ്പ് വന്നു. അപ്പോൾ ഒരു എംപ്ലോയറെ സംബന്ധിച്ച് ചെന്ന് നോക്കുമ്പോൾ ഹയറിംഗ് മാനേജർ, HR മാനേജർ ചോദിക്കുന്ന കാര്യം, നിങ്ങൾ ഈ ഒരു 4-5 വർഷം എവിടെയായിരുന്നു? ഞാൻ ഫുൾ ടൈം ട്രേഡിങ്ങിലായിരുന്നു എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ജോലിക്ക് നിങ്ങൾ ഈ ട്രേഡിംഗ് നോളജ് ഗുണകരമല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ട്രേഡിങ്ങിലുള്ള എക്സ്പീരിയൻസിന് ആരും ഒരു വിലയും നൽകില്ല. ഉദാഹരണമായി നിങ്ങളൊരു മാനുഫാക്ചറിങ് കമ്പനിയിലെ സൂപ്പർവൈസിങ് എഞ്ചിനീയർ ആണെങ്കിൽ 2019 വരെ ചെയ്തുകൊണ്ടിരുന്ന ജോലി അതാണെങ്കിൽ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് 2025 ചെല്ലുമ്പോൾ ഞാൻ ട്രേഡിംഗ് ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തിലോ തമിഴ്നാട്ടിലോ കർണാടകയിലുള്ള ഏതെങ്കിലും ഒരു മാനുഫാക്ചറിങ് കമ്പനി നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസിന് ഒരു വിലയും നൽകില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി തന്നെ നൽകില്ല. നൽകുകയാണെങ്കിൽ തന്നെ ഒരു എൻട്രി ലെവലിലുള്ള ജോലിയെ നൽകും. ടെക്നോളജിയും പലപ്പോഴും അപ്പോഴത്തേനും ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടാകും. ഈ ഒരു വലിയ റിസ്ക് നിങ്ങൾ മുമ്പിൽ കാണണം. മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു 10 ലക്ഷം രൂപയുമായി ട്രേഡിംഗ് ക്യാപിറ്റലായിട്ട് നിങ്ങൾ മാർക്കറ്റിൽ വന്നു എന്ന് കരുതുക. നിങ്ങൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 60% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ലഭിച്ചു എന്നും കരുതുക. അതായത് 6 ലക്ഷം രൂപ, അതായത് 50,000 രൂപ പെർ മന്ത്. അത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം, പിന്നത്തെ വർഷവും നിങ്ങളുടെ ട്രേഡിംഗ് ക്യാപിറ്റൽ 10 ലക്ഷം രൂപ തന്നെ ഉള്ളൂ, അത് കൂടിയിട്ടില്ല. അപ്പോൾ പിന്നത്തെ വർഷവും നിങ്ങൾക്ക് ഇതേ റിട്ടേൺസ് ലഭിച്ചാൽ പോലും നിങ്ങൾക്ക് 6 ലക്ഷം രൂപ തന്നെ ലഭിക്കുന്നുള്ളൂ. ഇത് കണ്ടിന്യൂ ചെയ്തു പോകും. ഞാനിത് ഏറ്റവും ബെസ്റ്റ് കേസ് സിനാരിയോ ആണ് പറഞ്ഞത്. മറ്റൊന്നും മാർക്കറ്റ് താഴേക്ക് പോയിട്ടില്ല, നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് 60% ലഭിച്ചു എങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഈ ഒരു പ്രായത്തിൽ ആ ഒരു പണം മതിയോ ജീവിക്കാൻ? നിങ്ങളുടെ ട്രേഡിംഗ് ക്യാപിറ്റലിനെ ഇൻഫ്ലേഷൻ ബാധിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്, വലിയൊരു വോള്യം വലിയൊരു ക്യാപിറ്റലുമായിട്ട് നിങ്ങൾ മാർക്കറ്റിൽ തുടങ്ങിയെങ്കിൽ മാത്രമേ ട്രേഡിങ് ഒരു ഫുൾ ടൈം പ്രൊഫഷനായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ കഴിയൂ. പിന്നെ ആർക്ക് ഫുൾ ടൈം ആയിട്ട് എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുന്നവർ പലരും ഉണ്ട്. റിട്ടയർ ആയിട്ട് റെഗുലർ ആയിട്ടൊരു ഇൻകം പാസീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്നവർക്ക്. കാരണം അവർ ട്രേഡിംഗ് നടത്തി മൊത്തം പോയി കഴിഞ്ഞാലും അഥവാ റിട്ടേൺസ് കുറഞ്ഞ് ഇനിയിപ്പം 50% റിട്ടേൺസ് ഒക്കെ കുറഞ്ഞ് താഴെ ഇനിയിപ്പം ഒരു 20%, 15% റിട്ടേൺസ് FD-യെക്കാളും കൂടുതൽ റിട്ടേൺസ് ലഭിക്കുന്ന നിലയിലായാൽ പോലും പെൻഷൻസിനെ സംബന്ധിച്ച് മറ്റൊരു പെൻഷൻ ഉണ്ട്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അവർ വളരെ സന്തോഷമായിരിക്കും 15% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പോലും. പിന്നെ നിങ്ങൾ ഓൾറെഡി മറ്റൊരു ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേഡ് ചെയ്യാം, അതിനകത്തും തെറ്റില്ല. അതുകൊണ്ട് ചെറുപ്പക്കാർക്ക് ജനറലായിട്ട് ഞാൻ പറയുന്നത്, ഒരു 10-35 വയസ്സ് വരെ നിങ്ങൾ ജോലി ചെയ്യുക. അതിൻ്റെ അകത്ത് നിങ്ങൾ നീക്കി വെക്കുന്ന തുക, സമ്പാദിക്കുന്ന തുക നിങ്ങൾ നല്ല നല്ല സ്റ്റോക്കുകളിൽ നിക്ഷേപിച്ച് നിങ്ങളൊരു 35 വയസ്സാകുമ്പോഴത്തേക്കും മോശമില്ലാത്തൊരു ക്യാപിറ്റൽ സമാഹരിക്കുക. വലിയൊരു ക്യാപിറ്റലുമായിട്ട് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങുക. നിങ്ങൾ ഈ കാണുന്ന പല സെലിബ്രേറ്റഡ് ആയിട്ടുള്ള പല സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്ഷനോ ഫ്യൂച്ചേഴ്സോ ട്രേഡേഴ്സൊക്കെ, ഇവരുടെയൊക്കെ ക്യാപിറ്റൽ എത്രയാണെന്നും കൂടി നിങ്ങൾ അന്വേഷിക്കുന്നത് നല്ലതാണ്. ആരും 50 ലക്ഷം രൂപയ്ക്കൊന്നും ഫുൾ ടൈം ട്രേഡറായിട്ട് ഇരുന്നിട്ടില്ല. ആരും ഒരു 1 കോടി രൂപ മാത്രം അസറ്റ് അണ്ടർ മാനേജ്മെൻ്റ് ആയിട്ട് ഒരു ഫുൾ ടൈം പ്രൊഫഷനായിട്ട് ഇരുന്നിട്ടില്ല. ഒരു 5 മുതൽ 10 കോടി രൂപ വരെയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനാവൂ. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ നാടും വീടും വിട്ട്
എബ്രോഡ് ജോലി ചെയ്യുന്നവരുണ്ട്. ഇവർക്കിങ്ങനെ വളരെ പെട്ടെന്ന് 100-120% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ലഭിക്കുന്ന ഒരു മാർഗമായിരുന്നു ഈ ട്രേഡിംഗ് എങ്കിൽ അവർ ആ പണി ചെയ്തേനെ. ആർക്കും സ്വന്തം നാട് വിട്ടു നിന്ന് കഷ്ടപ്പെടാൻ വലിയ ഇഷ്ടമുള്ളൊരു കാര്യമൊന്നുമല്ല. അവസാനമായി പറയാനുള്ളത് കാര്യം, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രോക്കിംഗ് ഹൗസ് ആയിട്ടുള്ള സെറോദയുടെ ചെയർമാൻ നിതിൻ കാമത്ത് പറഞ്ഞൊരു കാര്യമാണ്. അതായത് ട്രേഡ് ചെയ്തതിനകത്ത് വെറും 1% മാത്രമേ FDയേക്കാൾ കൂടുതലായിട്ടുള്ള റിട്ടേൺസ് ഓവർ എ പീരീഡിൽ ഉണ്ടാക്കുന്നുള്ളൂ. 100 പേരിൽ ഒരാൾ മാത്രം. അപ്പോൾ നിങ്ങളുടെ പ്രോബബിലിറ്റി, ഒരു സക്സസ്ഫുൾ ട്രേഡർ ആവാനുള്ള പ്രോബബിലിറ്റി 1% മാത്രമാണ്. ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കാൻ പറ്റുന്നൊരു കാര്യം, നമ്മുടെ ഫയർ എന്നോ മറ്റോ പറഞ്ഞിട്ടൊരു ബ്രോക്കിംഗ് ഹൗസിൻ്റെ ചെയർമാൻ പറഞ്ഞ കാര്യമാണ്. 90% ട്രേഡേഴ്സും 90 ദിവസം കൊണ്ട് 90% ക്യാപിറ്റലും നഷ്ടപ്പെടുത്തിയവരാണ്. കാരണം നമ്മൾ സീരിയസ് ആയിട്ടുള്ള ഒരു ട്രേഡിങ്ങിൻ്റെ അകത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു മെത്തേഡ് മാത്രം വെച്ചിട്ടുള്ള ഒരു ചാർട്ട് റീഡിങ്ങോ ട്രെൻഡ് അനാലിസിസിലോ മാത്രം നിൽക്കില്ല. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഇവിടെയെന്നല്ല, ഗ്ലോബലി ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ആളുകളോ സക്സസ്ഫുൾ ട്രേഡേഴ്സായിട്ട് മാറിയേനെ. അതിന് പകരം നമുക്ക് ഇതിൻ്റെ അകത്ത് കാലങ്ങൾ കൊണ്ട് മാറിപ്പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനകത്ത് നമ്മൾ സാധാരണ പറയുന്ന ഒരു ടേം എന്ന് പറഞ്ഞാൽ സ്കെയിലബിലിറ്റിയാണ്. ഒരു ട്രെൻഡ് ഒരു കാലത്ത് നിന്ന് ആ ഒരു കാലങ്ങളിലേക്ക് മറ്റൊരു കാലങ്ങളിലേക്ക് പറിച്ചു നടപ്പെടണമെങ്കിൽ നമുക്ക് മോശമില്ലാത്ത ഒരു തിയറിറ്റിക്കൽ ബാക്കപ്പ് വേണം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ബോളിഞ്ചർ കർവോ ബ്ലാസ്കോൾസോ മെത്തേഡൊക്കെ യൂസ് ചെയ്യുന്ന പലരും ഉണ്ടാകാം. പക്ഷേ ആ ഒരു ഒറ്റ മെത്തേഡ് മാത്രമേ അറിയുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാത്രം അറിയുന്ന പോലെ തന്നെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ദിവസം നിർത്തിപ്പോയി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പറ്റാതാവുന്ന ഒരു അവസ്ഥ പോലെ. പക്ഷേ കാലം മാറുന്നതിനനുസരിച്ച്, മാർക്കറ്റിൻ്റെ ട്രെൻഡ് മാറുന്നതിനനുസരിച്ച് നമുക്ക് സ്കെയിലബിലിറ്റി വേണം. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിൽ നിന്നും മറ്റൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിലേക്ക് മാറി നമുക്ക് അതിൽ നിലനിൽക്കാനുള്ളത് വേണം. മോണ്ടി കാർലോ സിമുലേഷൻ എങ്കിൽ മോണ്ടി കാർലോ സിമുലേഷൻ, ബൈനോമിയൽ ഓപ്ഷൻ പ്രൈസിംഗ് എങ്കിൽ അത്. ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. ആ ഒരു ധാരണ നിങ്ങളൊരു 10-35 വയസ്സാകുമ്പോഴത്തേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക, നിങ്ങളുടെ ക്യാപിറ്റൽ ഉണ്ടാക്കുന്ന കൂടെ തന്നെ. ഇതോടെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.